പാലക്കാട് നാട്ടുകല്ലിൽ 14 വയസ്സുകാരി ആശിർ നന്ദ തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ശക്തമായ പ്രതിഷേധമാണ്. ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അജിത് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. അജിത്, എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സ്കൂളിനെതിരെ ഉയർന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളൊക്കെ. ഇപ്പോൾ ഇക്കാര്യത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ലഭ്യമാണോ? കുട്ടിയുടെ ബന്ധുക്കളൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത്? പ്രതിഷേധമാണ് ഏതാണെങ്കിലും ഉണ്ടായത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ 3 അധ്യാപകരെ ഇത്തരത്തിൽ പുറത്താക്കാമെന്നുള്ള ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പളായിട്ടുള്ള ജോയിസ്, അതേപോലെ തന്നെ സ്റ്റെല്ല, തങ്കം തുടങ്ങിയ അധ്യാപകരെ പുറത്താക്കാമെന്നുള്ള ഉറപ്പ് വിദ്യാർത്ഥി സംഘടനകൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൂടാതെ നാളെ 2 മണിക്ക് ഇത്തരത്തിൽ സ്കൂളിൽ ഒരു PTA വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. ആ PTA അടിസ്ഥാനത്തിൽ അവിടെ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കേൾക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ ഈ സമീപനത്തിലാകെ മാറ്റം വരുത്തണമെന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളും രക്ഷകർത്താക്കളും ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയും ഉണ്ടാകും. പോലീസും ഈ കാര്യത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതാണെങ്കിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സ്കൂളിനെതിരെ ഉണ്ടായതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതെ, അത് തന്നെയാണ് അജിത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സ്കൂളിനെതിരെ ഉണ്ടായത്. പാലക്കാട് നാട്ടുകല്ലിലാണ് 14 വയസ്സുകാരി ആശിർ നന്ദ തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നത്.